ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഡയറക്ഷൻ ക്ലാസ്സസിന് വേണ്ടിയിട്ട് അവിടെ വരാറുണ്ട്. അത് 74 കാലഘട്ടങ്ങളിൽ ഒരു മലയാളിയുടെ അഹങ്കാരം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം അവിടെ വന്നിരുന്നത്. ഒരു 4-5 ദിവസം അവിടെ കൂടാറുമുണ്ട്. ആ സമയത്ത് അന്നത്തെ ഒരു സ്നേഹബന്ധം പിന്നീട് തുടർന്ന് ഈ കാലം അത്രയും അത് തുടർന്ന് പോവുകയാണ്. കാരണം ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള പലപ്പോഴും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമെങ്കിലും ഒരാളെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വാക്കുകളും അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സംസ്കാരമായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെയൊക്കെ തന്നെ വളരെ വ്യക്തതയുള്ളത്, ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി പുറത്തു വരുന്ന സമയത്ത് അദ്ദേഹം വളർത്തുമൃഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു പടം ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിച്ചു. ആ വളർത്തുമൃഗങ്ങളാണ് പിന്നീട് അരവിന്ദേട്ടൻ്റെ തമ്പായിട്ട് മാറിയത് ജനറൽ പിക്ചേഴ്സ് ചെയ്ത സമയത്ത്. അപ്പം ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഓർമ്മ, ഞാൻ മഞ്ഞിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ബുക്ക് തന്നെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തു. ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് സമയത്ത് ഒരു ക്യാമറമാൻ എന്നുള്ള നിലയ്ക്കും പക്ഷേ കുറേ കൂടെ അടുത്ത ബന്ധം പുലർത്താൻ സാധിച്ചിരുന്നു എന്നുള്ളത്. അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ് മഞ്ഞ്. ആ മഞ്ഞിലെ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നൈനിറ്റാളിൽ തണുപ്പ് കാലത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, രാത്രികളിലുമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പല വരികളും അത് ഫോട്ടോഗ്രാഫി ചെയ്ത് കഴിയുമ്പം മാറി നിന്ന് തേങ്ങിയിരുന്നു. കണ്ണുനീർ ഒപ്പിയതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ചുണ്ടോ എന്ന് വരെ ഞാൻ ആലോചിക്കേണ്ടി വന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളതാണ് നഖക്ഷതങ്ങളും പഞ്ചാഗ്നിയും. അവിടെയൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിൽ പുതിയ കുറേ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നഖക്ഷതങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മോനിഷിയെ സജസ്റ്റ് ചെയ്തത് MT ആണ്. പിന്നെ പഞ്ചാഗ്നിയിലെ പല അർത്ഥമുള്ള വരികൾക്ക് അതിൻ്റെ ഒരു ചിത്രീകരണത്തിൽ അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഡെപ്തിലേക്ക് ഹരിഹരനും ഏറ്റവും ഒരുപക്ഷെ ഹരിഹരനായിരിക്കാം MT ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ അറിവുകൾ ഈ വളരെ ഭേദപ്പെട്ട നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ വരികളും സ്നേഹപൂർവ്വം അതല്ലെങ്കിൽ അതിൻ്റെ ഇൻഡെപ്ത് മനസ്സിലാക്കി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹരിഹരൻ. ആ 2 പടങ്ങളും അതിൻ്റെ ഒരു മ്യൂസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആണെങ്കിലും അതിനകത്തുള്ള വികാരങ്ങളാണ്, പഞ്ചാഗ്നിയിലെ പ്രത്യേകിച്ചിട്ടുള്ള വികാരങ്ങളും ഒക്കെ തന്നെ ഈ നിലയിൽ വളരെ ഇൻഡെപ്തായിട്ട് അത് കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഹരിഹരനുമായിട്ട് പിന്നീട് വടക്കൻ വീരഗാഥ അങ്ങനെ പല പടങ്ങളും അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഇതൊന്നും ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നില്ല. കാരണം പല ജോലികളിൽ ഞാൻ എൻ്റെ സ്വന്തം വർക്കുമായിട്ട് പോയത് കാരണം. ഇവിടെയൊക്കെ നമുക്ക് ആലോചിക്കേണ്ട ഒരു ചിത്രകാരനേക്കാൾ കൂടുതൽ, ചിത്രം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ അക്ഷരങ്ങളിൽ ഉണ്ടായിരുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മുടെ മനസ്സിലുള്ള വേദനകളും അല്ലെങ്കിൽ സന്തോഷങ്ങളും ചെറിയ വാക്കിൻ്റെ ഉള്ളിൽ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സൃഷ്ടികർത്താവ് നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരവ്. അദ്ദേഹം നമ്മളെ വേർവിട്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്മരണ സാഹിത്യത്തിലായാലും സിനിമയിലാണെങ്കിലും എന്നും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേ പലപ്പോഴും അദ്ദേഹം എഴുതുമ്പം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ബന്ധനമായാലും അല്ലെങ്കിൽ ആ നിലയിൽ നമ്മളൊക്കെ ആലോചിക്കുകയാണെങ്കിൽ
ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് സിനിമയായിട്ടുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഒരു വിഷ്വൽ ആർട്ടാണെന്ന് അദ്ദേഹത്തിന് നേരത്തെ തന്നെ തിരിച്ചറിയാവുന്നത് കൊണ്ട് എഴുത്തുകളിലും അത് പ്രതിഫലിക്കുന്നു എന്നുള്ളത് തീർച്ചയാണ്. അതായത് ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് കഥ പോലെ പറയാനുള്ള സന്ദർഭമല്ല. അതിനകത്ത് ഒരുപാട് മോട്ടീഫുകളുണ്ട്, ഒരുപാട് ഒളിച്ചു വെക്കുന്ന ബിംബങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വളരെ നല്ല വശമായതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എത്രയോ സംവിധായകർ ബാക്കിയുണ്ട് എന്നുള്ളതാണ്.